പറയാനും പുലയനും ഇവിടെ പൂജിക്കേണ്ട എന്നാണ് അവിടെ പറഞ്ഞത്. ഇതെല്ലാം രേഖകളിലുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ പറയുന്നത്. അതായത് അന്നത്തെ കേസാകുമ്പോൾ അത് പോലീസ് രേഖകളിലും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. പറയാനും പുലയനും പൂജിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാണ് അന്ന് അവർ വിലക്കിയത്. അപ്പോൾ ഇതിനെയൊക്കെ എല്ലായ്പ്പോഴും പറയുന്നത് എന്താണ്? ഒന്നുകിൽ പാരമ്പര്യം, അതല്ലെങ്കിൽ ഈ പറയുന്നത് എന്താണ് തന്ത്രിയുടെ തീരുമാനമനുസരിച്ച് ഇത് പാരമ്പര്യമായി കൊടുക്കുന്നതാണ്. ഇവിടുത്തെ എന്താണ് ക്ഷേത്ര ആചാരമാണ്. അതാണ് ആചാരത്തെയാണല്ലോ ബന്ധിപ്പിക്കുന്നത്. ആചാരമാണ് ഇത്. ശുദ്ധമായ അല്ലെങ്കിൽ പച്ചയായ ജാതീയതയല്ലാതെ അയിത്തമല്ലാതെ മറ്റെന്താണ് സനീഷേ? നിശ്ചയമായിട്ടും അയിത്തമാണ്, ഒരു സംശയവുമില്ല. അതായത് ഈ ആചാരത്തിൻ്റെ പേരിലായിരുന്നല്ലോ ആളുകളെ മനുഷ്യരെ ക്ഷേത്രത്തിന് മുന്നിലുള്ള വഴിയിൽ പോലും നടത്താൻ അനുവദിക്കാതിരുന്നത്. അതായത് 1924 കൃത്യമായിട്ട് പറഞ്ഞ 1924 മാർച്ചിലാണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ 100 വർഷമായിരിക്കും, 2024 മാർച്ചാണത്. അപ്പോൾ ആ കാലത്ത് ക്ഷേത്രത്തിന് മുന്നിലുള്ള വഴിയിലൂടെ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് സമരം നടന്നിരുന്നത്. ഗുരുവായൂരിൽ 1931, 32 ആ കാലത്താണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. അപ്പോൾ ആ കാലങ്ങളിലാണെങ്കിൽ 100 വർഷമായപ്പോൾ പോലും ഇതേ സംഭവം നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നാണ്. അതായത് അവിടുത്തെ ആ കാലത്തെ പ്രധാനപ്പെട്ട ആളുകൾ, ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന സാമൂഹ്യ ജീവികളായുള്ള മനുഷ്യർ ആ കാലം മുതൽ തന്നെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഈ ദിവസവും ചർച്ച ചെയ്യുകയാണ് ഈ സംഭവം.